നമസ്കാരം. പിറവം പ്രീപോൾ റിസൾട്ട്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി NTV UAയിലെ മലയാളികൾക്കായി NTVയുടെ വെബ്സൈറ്റിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും ചാനലിലൂടെയും നടത്തിയ പോളിംഗിൻ്റെ റിസൾട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ പ്രഖ്യാപിക്കുന്നത്. പിറവത്ത് ഉപതെരഞ്ഞെടുപ്പ് വരാനുണ്ടായ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സാഹചര്യത്തിൽ ഇനിയത്തെ ഇലക്ഷനിൽ, ഈ ബൈ ഇലക്ഷനിൽ ആരായിരിക്കും ജയം നേടുക, ഏത് പാർട്ടിയായിരിക്കും ജയിക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെച്ച ചോദ്യം. സ്ഥാനാർത്ഥികളായി UDFിൻ്റെ സ്ഥാനാർത്ഥിയായി അനൂപ് ജേക്കബ്, LDF സ്ഥാനാർത്ഥി MJ ജേക്കബ്, BJP സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് KR രാജഗോപാൽ, അതുപോലെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ വർഗീസ് പി ചെറിയാൻ, അഡ്വക്കേറ്റ് അക്കാവിള സലീം, NT സുരേഷ് കുമാർ, അരുന്ധതി, KG കൃഷ്ണൻകുട്ടി, ബിന്ദു ഹരിദാസ് എന്നീ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്യാനുള്ള അവസരം NTV നമ്മളുടെ വെബ്സൈറ്റിലൂടെ തന്നെ നൽകിയിരുന്നു. ഇതിൻ്റെ വിശദമായ റിസൾട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത്. നാളെയാണ് കേരളത്തിൽ പിറവത്ത് ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. നാളെ പിറവം പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുന്ന സമയത്ത് അതിനു മുമ്പ് തന്നെ നമ്മളൊരു പ്രവാസികളുടെ ട്രെൻഡ് എന്താണെന്ന് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുകയാണ്. അതുമായി പിറവത്തിന്റെ ഒരു ചരിത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്രാവശ്യം എത്ര വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിലേക്ക് നാളെ പിറവത്ത് ചെല്ലുക എന്നുള്ളൊരു കണക്കാണ്. 1,83,170 വോട്ടർമാരാണ് നാളെ കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കാൻ പിറവത്തെ വിവിധ പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുന്നത്. 134 ബൂത്തുകളാണ് പിറവത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. ഏറ്റവും അവസാനമായി പിറവത്ത് നിന്ന് വിവരം ലഭിക്കുമ്പോൾ 185 വോട്ടിംഗ് മെഷീനുകളും 134 പോളിംഗ് ബൂത്തുകളും സർവ്വസജ്ജമായി പിറവത്ത് നിലകൊള്ളുകയാണ്. ഇതിനിടയിൽ NTV UAയിലെ പ്രവാസികൾക്കായി നടത്തിയ പ്രീപോളിൽ ആവേശകരമായ പ്രതികരണമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ പ്രീപോളിന്റെ റിസൾട്ടുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോഴുണ്ട്. മൊത്തത്തിൽ പിറവത്തിന്റെ ഒരു അവസ്ഥ പരിശോധിച്ചു കഴിഞ്ഞാൽ 80,000-ഓളം വരുന്ന ക്രിസ്തീയ ഭൂരിപക്ഷമാണ് അവിടെ പിറവത്ത് നിലവിലുള്ളത്. ഒപ്പം തന്നെ 38,000-ഓളം വരുന്ന ഈഴവ വോട്ടുകളും പിറവത്തുണ്ടെന്ന് നിശംസം പറയാം. ന്യൂനപക്ഷമായ മുസ്ലിം വോട്ടുകൾ പിറവത്ത് വളരെ നിർണായകമാണ്. ഒരുപക്ഷെ പിറവത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് ഇത്തരം നിർണായകമായ വോട്ടുകളായിരിക്കാം. സവർണ വിഭാഗത്തിൽ 30,000-ഓളം വോട്ടുകളുണ്ട്. ഒപ്പം തന്നെ പട്ടികജാതി വിഭാഗങ്ങളിലും വോട്ടുകൾ അവിടെ പിറവത്തുണ്ട്. മൊത്തത്തിൽ 1,83,170 വോട്ടുകളാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് 12 പഞ്ചായത്തുകളാണ് പിറവം നിയമസഭാ മണ്ഡലത്തിലുള്ളത്. ഈ 12 പഞ്ചായത്തുകളും നിലവിൽ അവിടെ ഭരിക്കുന്നത് UDF ആണ്. എന്തായാലും ഒരു ആവേശകരമായ മത്സരമാണ് ലോക മലയാളികൾ കാത്തിരിക്കുന്ന ഈ പിറവം നിയമസഭാ മണ്ഡലത്തിലേക്ക് പോകുന്നത്. പിറവത്ത് ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭ അധികാരത്തിലേറ്റപ്പോൾ അവിടുത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ തന്നെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്ന TM ജേക്കബിന്റെ മരണത്തെ തുടർന്നാണ് ഇവിടെ ഒരു ഇലക്ഷൻ കാരണം ആയത്. മത്സരിക്കുന്നത് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ TM ജേക്കബിന്റെ മകനായ അനൂപ് ജേക്കബാണ് UDFിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത്. TM ജേക്കബിനോട് തന്നെ മത്സരിച്ച് തോൽക്കുകയും 157 വോട്ടുകൾക്ക് മാത്രം തോൽക്കുകയും ഇതിനു മുമ്പ് പിറവത്ത് തന്നെ MLA ഇരിക്കുകയും ചെയ്തിരുന്ന MJ ജേക്കബാണ് അനൂപ് ജേക്കബിൻ്റെ മുഖ്യ എതിരാളിയായി വന്നിരിക്കുന്നത്. രണ്ടുപേരും യാക്കോബായ സഭക്കാരൻ തന്നെയാണ് എന്നുള്ളത് ഏറ്റവും വ്യക്തമായ ഒരു കാര്യമാണ്. നിഷ് പറഞ്ഞ പോലെ 80,000-ഓളം വോട്ടുകൾ, ക്രിസ്തീയ വോട്ടുകളുള്ള ഒരു സ്ഥലത്ത് മുഖ്യ മത്സരം നടക്കുന്നത് അനൂപ് ജേക്കബിനും MJ ജേക്കബിനും ഇടയിലാണെന്നുള്ളത് നമ്മളുടെ വോട്ടിങ്ങും തെളിയിച്ചിരിക്കുകയാണ്. നാട്ടിൽ നിന്നുള്ള ട്രെൻഡുകളും അത് തന്നെയാണ് കാണിക്കുന്നത്. എന്തായാലും നാട്ടിൽ നിന്ന് പിറവത്ത് നിന്നുള്ള യഥാർത്ഥ ഇലക്ഷൻ ട്രെൻഡ് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഓൾറെഡി നിശബ്ദ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ അവസ്ഥയിൽ ഇന്ന് എന്താണ് പിറവത്ത് നടക്കുന്നത്, ഇന്നത്തെ ട്രെൻഡ് എന്താണ് എന്നറിയാൻ വേണ്ടി ഇന്ത്യ വിഷന്റെ റിപ്പോർട്ടേഴ്സുമായി നമുക്കൊന്ന് ബന്ധപ്പെടാം. ഇന്ത്യ വിഷൻ നാട്ടിൽ വളരെ വ്യക്തമായി തന്നെ ഇലക്ഷൻ റിപ്പോർട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളോടൊപ്പം പിറവത്ത് നിന്ന് ഇപ്പോൾ ഇന്ത്യ വിഷൻ റിപ്പോർട്ടർ ശ്രീ CG കടക്കൽ നമ്മളോടൊപ്പം ചേരുന്നു. പിറവത്തെ യഥാർത്ഥ ട്രെൻഡ് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട്. നമസ്കാരം ശ്രീ CG കടക്കൽ. CG കടക്കൽ, എന്താണ് നാട്ടിലത്തെ ഇന്നത്തെ ട്രെൻഡ്? ഇന്നിപ്പോൾ നിശബ്ദ വോട്ടിംഗ് നടക്കുന്ന സമയമാണ്. നാളെ എല്ലാവരും പിറവം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഒരു സമയം, എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയമാണ്. എന്താണ് നാട്ടിലത്തെ ട്രെൻഡ്? നാട്ടിൽ UDFിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? പിറവം പ്രധാനമായും ഒരു UDFിന് അനുകൂലമായി ചിന്തിക്കുന്ന മേഖലയാണ്. പൊതുവെ എല്ലാ തെരഞ്ഞെടുപ്പിലും 2 തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് അവിടെ CPMന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുള്ളത് എന്നതാണ് ആ മണ്ഡലത്തിന്റെ ചരിത്രം. 1977 മണ്ഡലം രൂപീകരിച്ചത് മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം. അതിൽ തന്നെ UDFിന്
സീറ്റ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ പാർട്ടിയിൽ വലിയ രീതിയിൽ മുന്നണിയിൽ പ്രശ്നങ്ങളുള്ള സമയത്ത് കോൺഗ്രസ് അതിശക്തമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ പിന്നോട്ട് വലിക്കുകയോ വിട്ടുനിൽക്കുകയോ ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലൊരു തിരിച്ചടി കോൺഗ്രസ് പാർട്ടിയും മുന്നണിയും പിറവം മണ്ഡലത്തിൽ നേരിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ 157 ഭൂരിപക്ഷം TN ജേക്കബിന് ലഭിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അത്ര സജീവമല്ലാത്ത ഒരു സ്ഥിതിയിലാണ് ഉണ്ടായിരുന്നത്. ഇതാണ് ആ മണ്ഡലത്തിന്റെ പൊതുവായിട്ടുള്ള UDF-നകത്തെ അവസ്ഥ. കാരണം ഘടകകക്ഷികൾക്കാണ് സീറ്റ്, കോൺഗ്രസുകാരിൽ എതിർപ്പുണ്ട്. കോൺഗ്രസ് ഒരു കാലത്തും പ്രചരണത്തിന് അത്ര സജീവമായി വരാറില്ല. കോൺഗ്രസ് വോട്ടുകൾ ഒന്നുകിൽ മരവിച്ചപ്പെട്ടു പോകുകയോ അല്ലെങ്കിൽ മറുഭാഗത്തേക്ക് മറിയുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു ആ മണ്ഡലത്തിൽ. അത് ഇത്തവണ ഇല്ല എന്നുള്ളതാണ് അവിടെ കോൺഗ്രസിന്റെയും UDF-ന്റെയും പ്രതീക്ഷകളെ സജീവമാക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ ഒരു ഭൂരിപക്ഷത്തിന്റെ നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുന്ന സർക്കാരിന്റെ നിലനിൽപ്പിന് ഈ തെരഞ്ഞെടുപ്പ് അങ്ങേയറ്റം നിർണായകമാണ്. അതുകൊണ്ട് കോൺഗ്രസിന് അവിടെ വിട്ടുനിൽക്കുക സാധ്യമല്ല. അങ്ങനെ വിട്ടുനിൽക്കുകയും ഫലം LDF-ന് അനുകൂലമാവുകയും ചെയ്താൽ തകർന്നു പോകുന്നത് ഒരുപക്ഷെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാരായിരിക്കും എന്ന അവസ്ഥയാണ് ഇത്തരത്തിൽ തീർത്തും സജീവമായ രീതിയിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ചുക്കാൻ ഏറ്റെടുക്കാനുള്ള കാരണം. അതുകൊണ്ടാണ് ആ ഐക്യമാണ് UDF-ന്റെ പ്രതീക്ഷകളെ സജീവമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാരണം ശ്രീ കടയ്ക്കൽ, അത്തരമൊരു ആശങ്ക ഇപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് നിലനിൽക്കുന്നുണ്ടോ? ശ്രീ ശെൽവരാജിന്റെ രാജിയോടുകൂടി ആ ഒരു ആശങ്ക ഇല്ലാതായിട്ടില്ലേ? ഇല്ല. കാരണം ശെൽവരാജിന്റെ രാജി ഇതിന് ഇടയ്ക്ക് വന്ന ഒരു അവസരമാണ്. ആ അവസരം ഒരുപക്ഷെ ഈ വലിയ പ്രശ്നമില്ല, അടുത്ത തവണ വീണ്ടും നെയ്യാറ്റിൻകരയിലും തെരഞ്ഞെടുപ്പുണ്ട് എന്ന രീതിയിലൊക്കെ ചിന്തിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ വലിയ തോതിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. സജീവമായി തന്നെയാണ് പ്രചരണം സമാപിച്ചത്. അതുകൊണ്ട് കോൺഗ്രസിനകത്തെ ഈ ഐക്യം, UDF-നകത്തെ ഐക്യം, ഇതാണ് അവരുടെ പ്രതീക്ഷകളെ സജീവമാക്കുന്ന ഒരു പ്രധാന ഘടകം. രണ്ടാമത്തേത് 10 മാസം പ്രായമാകുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന് എതിരായ വികാരങ്ങൾ വലുതായി ഈ മേഖലയിൽ കണ്ടില്ല എന്നുള്ളതാണ് രണ്ടാമത് UDF പ്രതീക്ഷകളെ സജീവമാക്കുന്ന ഘടകം. UDF-ന് എതിരാകുന്ന ഒരു പ്രധാന ഘടകം സഭകൾ തമ്മിലുള്ള തർക്കവും അതിന്റെ രാഷ്ട്രീയ അടിയൊഴുക്കുകളുമാണ്. അതിൽ യാക്കോബായ സഭയുടെ പിന്തുണ ഇപ്പോൾ ഏറെക്കുറെ UDF-ന് ലഭിക്കുമെന്ന് ഉറപ്പായ ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും പരസ്യ നിലപാട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി യാക്കോബായ സഭയുടെ സ്ഥാനാർത്ഥിയാണ് അനൂപ് എന്നൊരു തോന്നൽ പൊതുവെ ഉണ്ട്. അവർ നേരത്തെ അത്തരത്തിലുള്ള സൂചനകൾ നൽകുകയും ചെയ്തിരുന്നു. ഓർത്തഡോക്സ് സഭ സർക്കാരിനെതിരെ അല്പം മുമ്പ് വരെ പരസ്യമായൊരു നിലപാടെടുത്തിട്ടില്ല. അവസാന നിമിഷം പുറത്തു വന്ന ചില വാർത്തകളെ ചുറ്റിപ്പറ്റിയുള്ള ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുവെങ്കിലും ഓർത്തഡോക്സ് സഭയിൽ പരമ്പരാഗതമായി UDF വോട്ടർമാരാണ്. അവർ പൂർണ്ണമായും മാറി ചിന്തിക്കുമോ എന്ന് നമുക്കിപ്പോൾ പറയാനുമാകില്ല. അതുകൊണ്ട് ഈ വിഷയവും വലിയ തോതിൽ UDF-നൊരു തിരിച്ചടിയാകുമെന്ന് ഇപ്പോൾ കരുതുന്നില്ല. TM ജേക്കബിന്റെ വിയോഗം കൊണ്ടുണ്ടായ ഒരു അനുതാപ തരംഗം എത്ര കണ്ട് സ്വാധീനിച്ചിട്ടുണ്ടാകും വോട്ടേഴ്സിനെ? സഹതാപ തരംഗം എത്രമാത്രം സ്വാധീനിക്കുമെന്ന് നമുക്ക് പറയാനാകില്ല. എനിക്ക് തോന്നുന്നത് സഹതാപ തരംഗം അത്ര വലിയ രീതിയിൽ സ്വാധീനിക്കപ്പെടാനുള്ള ഒരു സാഹചര്യമില്ല. അനൂപ് താമസിക്കുന്ന തിരുമാറാടി പഞ്ചായത്ത് പോലെ അവരുടെ വീടിരിക്കുന്ന ആ മേഖലയിൽ ഒരുപക്ഷെ സ്വാധീനിച്ചേക്കാം. അല്ലെങ്കിൽ മറ്റു ചില മേഖലയിൽ വളരെ കുറഞ്ഞ രീതിയിലുള്ള ഒരു സ്വാധീനം ഈ സഹതാപ തരംഗം ഉണ്ടാക്കൂ എന്നാണ് ഞാൻ പൊതുവെ ഇത്ര ദിവസവും ഇവിടെ പ്രചരണ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം എനിക്ക് തോന്നിയത്. പക്ഷെ TN ജേക്കബിനോട് ഉള്ള ഒരു അനുകൂല മനോഭാവം അല്ലെങ്കിൽ ആ ഒരു സഹതാപ തരംഗം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രകടമാകുക തിരുമാറാടി പഞ്ചായത്ത്, ഇലഞ്ഞിവായിലുള്ള കോൺഗ്രസ് അനുകൂല പഞ്ചായത്തുകളെ ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറിച്ച് UDF-ന് അനുകൂലമായി രാഷ്ട്രീയമായ ഒരു സാഹചര്യം തന്നെ ഉണ്ട് എന്നാണ് ആ മുന്നണി വിലയിരുത്തുന്നത്. അതിൽ വലിയ തരത്തിലുള്ള ഒരു എതിരായ അടിയൊഴുക്കുണ്ടാകാൻ സാധ്യതയില്ല എന്ന രീതിയിലാണ് ആ ക്യാമ്പ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ശ്രീ CG കടയ്ക്കൽ, ഭൂരിപക്ഷം അല്ലെങ്കിൽ പോലും BJP-ക്ക് ചെറുതല്ലാത്ത ഒരു സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് പിറവം. BJP-യുടെ വോട്ടുകൾ ഇത്തവണ ആർക്കും അറിയാനാണ് സാധ്യത? താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? അതിൽ BJP-ക്ക് ചെറുതല്ലാത്ത സ്വാധീനം എന്ന് പറയുമ്പോൾ ചില ഘട്ടങ്ങളിൽ BJP സ്ഥാനാർത്ഥി ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പുറകിലേക്ക് പോയ അവസരം ഉണ്ടായിട്ടുണ്ട്. പവർമ 1987 എന്നുള്ളതാണ്. BJP-ക്ക് ശരാശരി 4000 വോട്ട് വരെ ഈ മണ്ഡലത്തിൽ ഉണ്ട്. അതിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ UDF-ന് അനുകൂലമായി ഇതിൽ ചില വോട്ടുകൾ മറഞ്ഞിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യവുമാണ്. പക്ഷെ ഇത്തവണ BJP തുടക്കം മുതൽ ശ്രദ്ധ വെച്ചിരുന്നത് അവരുടെ വോട്ടുകൾ പരമാവധി കൺസോളിഡേറ്റ് ചെയ്യുന്നതിൽ തന്നെയാണ്. അങ്ങനെ അല്ലെങ്കിൽ കൂടി ആദ്യഘട്ടത്തിൽ LDF-ന് അനുകൂലമായി ഒരു വോട്ടിംഗ് പാറ്റേൺ മാറ്റുന്നതിനെ കുറിച്ച് അവർ ചിന്തിച്ചിരുന്നു എന്നതും ചില സൂചനകളുണ്ട്. പക്ഷെ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് അവർ അവരുടെ ശക്തി തെളിയിക്കുന്ന ഒരു നിലപാടിലായിരിക്കും. വോട്ടുകൾ കാര്യമായി അവരുടെ ക്യാമ്പിൽ നിന്ന് അറിയാനിടയില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. മേഖലയിലെ ഒരു വലിയ ശക്തിയായ മാണി ഗ്രൂപ്പിന്റെ സപ്പോർട്ട് ശരിക്കും അനൂപ് ജേക്കബിന് കിട്ടുന്നുണ്ടോ?
തീർച്ചയായും UDF-നുള്ളിൽ പ്രശ്നങ്ങളില്ല എന്നതാണ് ആ മുന്നണിക്ക് ഏറ്റവും അനുകൂലമായ ഘടകം. കേരള കോൺഗ്രസ് മാണി വിഭാഗം 2006 തെരഞ്ഞെടുപ്പിൽ CNJF പരാജയപ്പെടുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഈ രീതിയിൽ അവർ വിട്ടുനിൽക്കുകയായിരുന്നു. കോൺഗ്രസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ മരവിക്കപ്പെടും അവരുടെ വോട്ടുകൾ. അത്തരത്തിൽ UDF-നകത്തുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. ആ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അത് കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാനുമാകും. അതുകൊണ്ട് ആ മുന്നണിക്കുള്ളിലെ ഐക്യമാണ് UDF-ന്റെ പ്രതീക്ഷകളെ ഏറ്റവും സജീവമാക്കുന്നത്. ഘടകകക്ഷികൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു, നേതാക്കൾ ഒരുമയോടെ അതിന് നേതൃത്വം നൽകുന്നു എന്നതാണ് മണ്ഡലത്തിൽ. ശ്രീ കടയ്ക്കൽ, ജേക്കബ് ഗ്രൂപ്പിനുള്ളിലെ അവസ്ഥ എന്താണ്? ജോണി നെല്ലൂർ ഉൾപ്പെടെയുള്ളവരുടെ മനോഭാവം എന്താണ്? അവർ സപ്പോർട്ടിംഗ് ആയിട്ട് പുറത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി എന്തായിരിക്കും സംഭവിക്കുക? ജേക്കബ് ഗ്രൂപ്പിനുള്ളിൽ UDF-ന്റെ അവസ്ഥയ്ക്ക് വിരുദ്ധമായോ ഒന്നും തന്നെയില്ല. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ തന്നെ അത് പുറമേക്ക് വന്നിട്ടുമില്ല. ജോണി നെല്ലൂർ അടക്കമുള്ള നേതാക്കൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിരുന്നു. അത് മാത്രവുമല്ല, അങ്ങനെ ആ പാർട്ടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വലിയ രീതിയിൽ ഒരു വോട്ട് മറിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയുമില്ല. കാരണം അത് അത്തരത്തിലൊരു പ്രവർത്തനം നടത്താനുള്ള കെൽപ്പ് ആ പാർട്ടിക്ക് മാത്രമായി ഉണ്ട് എന്ന് വിചാരിക്കാനുമാകില്ല. ആ പാർട്ടിയിൽ UDF-ന്റെ പൊതു നിലപാടിനൊപ്പം അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥിയാണ് എന്നത് വെച്ച് അവർ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മുൻനിരയിലുണ്ട് എന്നതാണ് വസ്തുത. വളരെ നന്ദി ശ്രീ CG കടയ്ക്കൽ. ഇന്ത്യ വിഷന്റെ റിപ്പോർട്ടറായ ശ്രീ CG കടയ്ക്കലാണ് നമ്മളോടൊപ്പം ഇതുവരെ ടെലിഫോൺ ലൈനിൽ ഉണ്ടായിരുന്നത്. പിറവത്തെ UDF-ന്റെ പ്രതീക്ഷകളാണ് അദ്ദേഹം നമ്മളോടൊപ്പം പങ്കുവച്ചത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പിറവം പ്രീ പോൾ റിസൾട്ട്സ് നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ്. സ്റ്റേ ട്യൂൺ.